നമസ്കാരം. 2 നൂറ്റാണ്ടോളം നീണ്ട കൊളോണിയൻ ഭരണത്തിൽ നിന്ന് 1947 ഓഗസ്റ്റ് 15 ഭാരതം സ്വാതന്ത്ര്യം നേടി. സ്വാതന്ത്ര്യം എന്ന നൂറ്റാണ്ടുകളുടെ സ്വപ്നം നമ്മൾ നേടിയെങ്കിലും ബ്രിട്ടീഷുകാർ രാജ്യത്തെ ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിച്ചതിനാൽ സ്വാതന്ത്ര്യത്തിന് വലിയ വിലയാണ് നമുക്ക് നൽകേണ്ടി വന്നത്. പതിറ്റാണ്ടുകളായി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം പിന്തുടരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വവാദികൾ ഒരു കാലത്ത് ഏകീകൃത ഇന്ത്യൻ സാമൂഹിക ഘടനയിൽ വിതച്ച വർഗീയ ചേരിതിരിവാണ് വിഭജനത്തിന് ആക്കം കൂട്ടിയത്. ഇന്നും ഇന്ത്യയും പാകിസ്ഥാനുമായി പല കാര്യങ്ങളിലും വിയോജിപ്പ് തന്നെയാണ്. ഭീകരവാദം വളർത്തുന്ന പാകിസ്ഥാനെ അംഗീകരിക്കാൻ ഭാരതത്തിന് ഒരിക്കലും കഴിയില്ല എന്നുള്ളതും സത്യമാണ്. ഇതൊക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോഴും അഭിമാനകരമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അറബിക്കടലിൽ വെച്ച് ഗുരുതര പരിക്കേറ്റ പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളിയുടെ ജീവന് രക്ഷയായി ഇന്ത്യൻ നാവികസേന. ഒമാൻ തീരത്ത് വെച്ചായിരുന്നു പാക് സ്വദേശിയായ മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റിരുന്നത്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ മുൻനിര യുദ്ധക്കപ്പൽ INS ത്രികാന്ത് അപകട സ്ഥലത്തേക്ക് എത്തി അടിയന്തര വൈദ്യസഹായം നൽകുകയായിരുന്നു. ഇറാനിയൻ കപ്പലിൽ ജോലി ചെയ്തിരുന്ന മത്സ്യത്തൊഴിലാളിക്കാണ് അപകടമുണ്ടായത്. സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് അൽ ഒമീദി എന്ന ഇറാനിയൻ മത്സ്യബന്ധന കപ്പലിൽ നിന്നുള്ള ഒരു ദുരന്ത സന്ദേശം ലഭിച്ച ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേന ഇവിടേക്ക് കുതിച്ചു പായുകയായിരുന്നു. എഞ്ചിൻ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടയിലായിരുന്നു പാക് സ്വദേശിയായ യുവാവിന് പരിക്കേറ്റത്. കടുത്ത രക്തസ്രാവം ഉണ്ടായതോടെ ഇയാളെ ഇറാനിലേക്ക് പോവുകയായിരുന്ന മറ്റൊരു ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ FV അബ്ദുൽ റഹ്മാൻ ഫൻസിയിലേക്കാണ് മാറ്റിയത്. അപകടത്തെക്കുറിച്ചുള്ള സന്ദേശം ലഭിച്ച ഉടൻ INS ത്രികാന്തിലെ മെഡിക്കൽ ഓഫീസറും മറൈൻ കമാൻഡോകളും കപ്പലിന്റെ ബോർഡിംഗ് സംഘവും ഈ കപ്പലിനടുത്തേക്ക് എത്തി. 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന ശസ്ത്രക്രിയയിലൂടെയാണ് പാക് സ്വദേശിക്ക് ഇന്ത്യൻ നാവികസേന ജീവൻ തിരികെ നൽകിയത്. കൂടാതെ ഇറാനിൽ എത്തുന്നതുവരെ കപ്പലിലെ ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ളവ നൽകിയാണ് ഇറാനിയൻ കപ്പലിനെ ഇന്ത്യൻ നാവികസേന യാത്രയാക്കിയത്. എന്നാൽ ഇതാദ്യമായിട്ടല്ല ഇന്ത്യൻ സേന പാകിസ്ഥാൻ രക്ഷയായി എത്തുന്നത്. കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത ഇറാനിയൻ മത്സ്യബന്ധന കപ്പലിനെ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു എന്ന വാർത്തയൊക്കെ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടതാണ്. ഇന്ത്യൻ യുദ്ധക്കപ്പലായ INS സുമിത്രയായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നത്. എന്നാൽ ഈ സംഭവത്തിന് മുൻപും ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ ഇമാനും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചിരുന്നു. ഈ കപ്പലിൽ 17 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അറബിക്കടലിൽ കൊച്ചി തീരത്തിന് 850 നോട്ടിക്കൽ മൈൽ അകലെ നിന്നാണ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തത്. കപ്പലിൽ നിന്ന് സഹായ അഭ്യർത്ഥന നാവികസേനയ്ക്ക് ലഭിക്കുകയായിരുന്നു. തടങ്കലിലായതിനു പിന്നാലെ INS സുമിത്രയിൽ നിന്നുള്ള ധ്രുവ് ഹെലികോപ്റ്ററുകൾ കടൽ കൊള്ളക്കാർക്ക് ആദ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. കപ്പൽ വളഞ്ഞ ഇന്ത്യൻ നാവികസേന കൊള്ളക്കാരെ നിരായുധീകരിച്ചിരുന്നു. പിന്നാലെയാണ് രക്ഷാദൌത്യം നടത്തിയത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.